കുഞ്ഞിനി ഇടയ്ക്കിടയ്ക്കുള്ള ഛർദിയാണ് ഞാൻ വല്ലാണ്ട് വിഷമിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഗ്യാസിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞ മരുന്നൊക്കെ കൊടുത്തിരുന്നു. അത് കൊടുത്തിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെയും ഛർദിക്കുക തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അന്നേരമാണ് ഞാനൊന്ന് മനസ്സിലാക്കിയത് ഓവർ ഫീഡിങ് കാരണമാണ് കുഞ്ഞിങ്ങനെ ഛർദിക്കുന്നതെന്ന്. ഫീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആളിങ്ങനെ ഒരുപാട് പാലിങ്ങനെ പുറത്തോട്ട് ഛർദിച്ച് കളയും കേട്ടോ. അങ്ങനെയാണ് ഇതാ ഈ ഒരെണ്ണം വാങ്ങിച്ചത്. ഇതാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു അളവുണ്ട്. അളവ് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഇത് മാനുവലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വലിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചിന് നല്ല വേദന ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് പതുക്കെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പതുക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ. ഇത് മാനുവൽ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഇലക്ട്രിക്കിൻ്റെ പോലെ എളുപ്പത്തിന് കിട്ടത്തേന്നില്ല. ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തൊരു ബോട്ടിൽ വരുന്നതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ ആർക്ക് വേണമെങ്കിലും ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണ്ടുന്നവർക്ക് ഞാൻ യൂട്യൂബ് വീഡിയോയുടെ സൈഡിൽ ടാഗ് ചെയ്തേക്കാം. ഇല്ലെങ്കിൽ ഇൻസ്റ്റയിലോ യൂട്യൂബിൻ്റെ ബയോയിൽ